അടിമാലി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. നിർമ്മാണം പരിശോധിച്ച് പ്രത്യേക സംഘം 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 4 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും കളക്ടർക്ക് സമർപ്പിക്കണം. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇനി നടക്കില്ല, താൽക്കാലികമായല്ലേ നിർത്തിവെക്കുന്നത്? ഈ റിപ്പോർട്ട് അത് എത്ര സമയത്തിനകം നൽകണം? റോഷ്നി, ജില്ലയിലെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികൾക്കും താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടിയാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഇന്നലെ ഉണ്ടായ അടിമാലിയിലെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ദേശീയപാത 85 ഉൾപ്പെടെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറ്റ് വിവിധയിടങ്ങളിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കാലവർഷക്കെടുതി രൂക്ഷമാണ്. മഴ അതിശക്തമായി തന്നെ വിവിധയിടങ്ങളിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തികളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. അതിനു വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ ജിയോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ, ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ജില്ലാ ഓഫീസർ, പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ദേവികുളം തഹസിൽദാർ എന്നിവർ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് നിലവിൽ നിയോഗിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. 4 ദിവസത്തിനുള്ളിൽ വിശദമായുള്ള റിപ്പോർട്ടും സമർപ്പിക്കും. അത് ഈ പ്രദേശം, അതായത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്ന അടിമാലിയിലെ ഈ പ്രദേശം, മറ്റ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അടിയന്തരമായി സന്ദർശനം നടത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതായത് 4 ദിവസത്തിനുള്ളിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഭൂമിയിൽ വിള്ളൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആളുകൾ തന്നെ ജില്ലാ ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പിനെയും അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷമായിരിക്കും ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച തുടർ ഉത്തരവ് പുറത്തെടുക്കുകയും ചെയ്യുക. എന്താണെങ്കിലും അല്പസമയം മുമ്പാണ് ജില്ലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തികൾക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്, താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. റോഷ്നി, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശോധനയ്ക്കായി പ്രത്യേക സംഘമാണ്. അതും പ്രാഥമിക റിപ്പോർട്ട് 4 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും കളക്ടർക്ക് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. അത്തരം നിർദ്ദേശത്തിലായിരിക്കും ഇനിയിപ്പോൾ പരിശോധനകളിലേക്കൊക്കെ കടക്കുക.